ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും റമദാൻ കരീം. നോമ്പെല്ലാം നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, റമദാൻ ആയതുകൊണ്ട് തന്നെ നോമ്പിന് പിന്നെ പുറത്തെല്ലാം ഇറങ്ങാൻ കുറച്ച് മടിയാന്ന്. അപ്പം അതിനെ കൊണ്ട് ഒന്ന് പുറത്തെല്ലാം പോയി സാധനമെല്ലാം വാങ്ങിച്ചിട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് പകുതി എത്തുമ്പോൾ കുറേ പക്ഷി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞിക്കെല്ലാം അത് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ സ്റ്റോപ്പാക്കിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ സ്റ്റോപ്പാക്കിയിട്ടാകുമ്പോഴത്തേക്ക് ഒരു പക്ഷിയും പറഞ്ഞില്ല. എല്ലാം ഇതാ വെള്ളത്തിലങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കല്ലെടുത്തിട്ട് മെല്ലെ എറിഞ്ഞിട്ടെല്ലാം നോക്കി, ഒന്നും പറഞ്ഞില്ല. എല്ലാവരുടെ ഭയങ്കരത്തിൽ റെസ്റ്റ് ഇരിക്കുന്നുണ്ട്. കുറേ സമയം നമ്മൾ അത് നോക്കിയിട്ട് നിന്നിട്ടാ. നല്ല രസമുണ്ട്. അത് അനങ്ങുന്നേ ഇല്ല, പക്ഷേങ്കിൽ ആ ഒരു വേവ് ഉണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ അത് ഒഴുകിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പും നല്ല ക്ലൈമറ്റാണ്. അതിനുകൊണ്ട് ഇങ്ങനെ മടുക്കുന്നൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് പോയി. Cotton candy. Did you know cotton candy was actually made by a dentist? So like it's spread on the candy shop. അപ്പോൾ റംദാൻ തുടങ്ങാനായതുകൊണ്ട് തന്നെ നമ്മൾ റംദാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുന്നെയാണ് പോയിട്ടുണ്ടായത്. അതിനെ കൊണ്ട് തന്നെ ഫുൾ സ്റ്റാളും കാര്യങ്ങളും എല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് പറഞ്ഞെങ്കിൽ റോള മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഏകദേശം അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ എൻ്റെ നാട്ടുകാരാണ് കേട്ടോ, കാസർഗോഡ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഏകദേശം ഇച്ചാമാർക്കും എന്നെ അറിയുന്നുണ്ട് ആരെന്നെല്ലാം. അപ്പോൾ ഇതാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടുകാർ മൊത്തം കാണാം കേട്ടോ. അപ്പോൾ ഇത് നോമ്പായതുകൊണ്ട് ഫുൾ സ്റ്റാള് കാര്യങ്ങൾ എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ ഈത്തപ്പഴം ഫ്രൂട്ട്സും കാര്യങ്ങളും അന്ന് രാവിലെ വന്നതും എല്ലാം ഉണ്ടായിട്ടാ. പിന്നെ നല്ല തിരക്കുണ്ടായി അതിൻ്റെ ഉള്ളിൽ. നോമ്പ് തുടങ്ങുന്നതല്ലേ, അതിനെ കൊണ്ട് തന്നെ ഇഷ്ടം കണക്ക് ആൾക്കാരുണ്ടായി. പിന്നെ ഈത്തപ്പഴം വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ സബ്ജി ഉള്ള, അതായത് പച്ചക്കറി അങ്ങനത്തെ മാർക്കറ്റ്, ഫ്രൂട്ട്സ് എല്ലാം ആയിട്ടുള്ളത്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട് രാവിലെ വന്നത്. അത് നമ്മൾ പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ. കുറച്ച് പൈകെ മീൻസ് ഒരു ദിവസം മുന്നേ ഉള്ളതുണ്ടാവും, അന്ന് രാവിലെ വന്നതുണ്ടാവും. അപ്പം നമ്മൾ ചോദിച്ചിട്ട് തന്നെ വാങ്ങിക്കുക രാവിലെ വന്നത് ഇതേതെന്ന്. അപ്പോൾ ഇതാണ് ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ പുതിയ തന്നെ ഇഷ്ടം കണക്ക് വന്നിട്ടുണ്ടായി. എന്താ പറയുക, എല്ലാ പേക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ആയിട്ട് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, അത് ടേസ്റ്റെല്ലാം നോക്കാനെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അവർ തരും കേട്ടോ. മധുരമുണ്ടോ ഇല്ലയോ അങ്ങനത്തെ എല്ലാം നോക്കിയിട്ട് തരും. പിന്നെ മാങ്ങ അതുപോലെ തന്നെ മുറിച്ചിട്ടെല്ലാം ടേസ്റ്റ് നോക്കാൻ തരും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. അതാണ്. പിന്നെ എൻ്റെ മോക്ക ഇത് ഇഷ്ടമാണ് കേട്ടോ, റംബൂട്ടാന്. അപ്പോൾ അതൊരു വലിയൊരു കേസ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ, പച്ചക്കറിയും ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ, ആ ഒരു മാർക്കറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാം വാങ്ങിക്കട്ടോ. അവിടെ നിന്ന് വെജിറ്റബിൾ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പിന്നെ അതുപോലെ കറിക്കുള്ള ഫിഷ് മീറ്റ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിക്കട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ച് പിന്നെ കുറച്ച് മുമ്പിലോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ കാണുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴമാണ്. ഇനി ഞങ്ങളുടെ നാട്ടിൽ മുകിരിപ്പഴം എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അത് കണ്ടിട്ട് അത് വാങ്ങിച്ച് പിന്നെ നേരെ നമ്മൾ മീറ്റിൻ്റെ സൈഡിലാക്കാന്ന് കേട്ടോ പോകുന്നുള്ളത്. അവിടെ പോകുമ്പോൾ എപ്പോഴും എന്താ പറയുക, എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. ഞങ്ങൾ പറഞ്ഞ് പോയിട്ട് മീറ്റെല്ലാം വാങ്ങിച്ചിട്ട് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ടിലേക്ക് പോയിട്ടാ. ഫ്രൂട്ട്സ് എല്ലാം ഏകദേശം എല്ലാം വാങ്ങിച്ച് പിന്നെ നേരെ പോയി. ഇത് മറ്റേ എന്താ പറയല്, നമ്മളെ ബീഫ് മട്ടൻ അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ചിക്കന് അങ്ങനത്തെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു സെക്ഷനിലേക്ക് പോയി. ഇവിടെ പോകുന്നത് മക്കൾക്ക് ഇഷ്ടേല്ല കേട്ടോ. എന്താണെങ്കിൽ നല്ല അടിപൊളി സ്മെല്ലാണ്. ഒരാടെ തന്നെ കയറും പറഞ്ഞ് ഞങ്ങൾ പുറത്ത് നിൽക്കാന്ന്. പക്ഷെ നമുക്ക് പുറത്തൊറ്റക്ക് വിടാൻ വേണ്ടിയിട്ട് ഒരു പേടി, കാരണം നല്ല തിരക്കുണ്ടായി. നോമ്പെല്ലാം തുടങ്ങുന്നല്ലേ, അതിനെക്കൊണ്ട് ഇഷ്ടം കണക്ക് ആളുണ്ടായതുകൊണ്ട് ഇല്ല നമുക്ക് മെല്ലെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെയെല്ലാം പിടിച്ചു കൊണ്ടുവന്നാണ്. ശരിയാക്കി തീരെ ഇഷ്ടമാകുന്നില്ല. ബേജാറും കരച്ചിലെല്ലാം ഉണ്ടായത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ പുറത്ത് പോകുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ മട്ടൻ്റെ ആ ഒരു സെക്ഷന് പിന്നെ നമ്മൾ മട്ടൻ്റെ തല വാങ്ങിച്ചിട്ടുണ്ടായിട്ടാണ്. നമ്മളെ ഫേവറേറ്റാണ്, നോമ്പെല്ലാം തുടങ്ങുന്നല്ലേ. അപ്പം അങ്ങനെ 2 മട്ടൻ്റെ തല വാങ്ങിച്ച് ഞങ്ങൾ
പിന്നെ ഇതെല്ലാം അതിൻ്റെ ഇതാന്ന് കേട്ടോ. മട്ടന്, പോത്ത്, അങ്ങനത്തെ എല്ലാം. പിന്നെ എല്ലാം എന്താ പറയല്, അവിടെ ഇഷ്ടം കാണിക്കുക അറബികളെല്ലാം കൊണ്ടുവന്നുള്ള സാധനം അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. എല്ലാം നമ്മൾ എന്താ പറയല് A to Z വരെ അവിടെ നിന്ന് കിട്ടും. എന്താ പറയല് എല്ലാ ഇതും അവിടെ നിന്ന് കിട്ടും. അവിടെ തന്നെ അവർ ക്ലീനിങ് കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് തരും കേട്ടോ. മനുവിന് തീരെ ഇഷ്ടമാകുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടുണ്ടായി നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു മണം ഇതായിട്ട് എന്താ പറയുക നല്ല ആ ഒരു സ്മെല്ല് അങ്ങനെ വരും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതാന്ന്. അപ്പോൾ മക്കൾ ഇങ്ങനെ നോക്കിയിട്ടെല്ലാം കുറേ നേരം നിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക അവർ ഓക്കെല്ലാം ആയിക്കൊണ്ടെല്ലാം വന്നിട്ടാ. പിന്നെ അവിടെ നിന്ന് ഒരു നല്ല ക്ലീനാക്കുന്നവരെ നമുക്ക് നമ്മൾ അവിടെ നിന്ന് കൊടുക്കണം. പിന്നെ ഫിഷാന്ന് കേട്ടോ നമുക്ക് എന്താ പറയുക വേറൊരു കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് ക്ലീൻ ആക്കേണ്ടത്. പക്ഷേ ഇത് നമുക്ക് അവിടെ നിന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ട് തരും. അത് തരുവോളം നമ്മൾ അവിടെ വെയിറ്റ് ആക്കണം. പിന്നെ നമ്മൾ നേരെ പോയത് ഫിഷിൻ്റെ മാർക്കറ്റിൽ. That is a sucking fish. Go down. Excuse me, sir. Sucking fish. Come. How much? 20 dirham. 20 dirham. പിന്നെ നമ്മൾ നേരെ ഫിഷിൻ്റെ അടുത്തേക്ക് പോയി. മീറ്റിൻ്റെ നേരെ സ്ട്രൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ കാറ്റഗറിയാണ് കേട്ടോ. അപ്പോൾ ചെറിയതാ എന്താ പറയല് ഈ കല്ലുമ്മക്കായി അല്ല എന്താ ഇതിനെ പറയല് കക്കിറച്ചി വന്നിട്ടുണ്ടായി. ആദ്യം ഇത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വെച്ചാൽ നോമ്പല്ലേ വെറുതെ കൊണ്ടുപോയിട്ട് കഴിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായി വാങ്ങിക്കണമെന്ന്. പിന്നെ ഒഴിവാക്കിയിട്ടാ. പിന്നെ എന്താ പറയല് ചെമ്മീൻ അങ്ങനത്തെ എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്ന് വലിയ വലിയ മീനുണ്ട് കേട്ടോ. ഇതെല്ലാം ബിരിയാണി വെക്കാൻ അങ്ങനത്തെ ഇതിനെല്ലാം നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നല്ല ഫ്രഷ് രാവിലെ വന്നതെന്ന് തന്നെ പറഞ്ഞ് പിന്നെ അതെല്ലാം വാങ്ങിച്ച് കുറേ നേരം നടന്ന് പിന്നെ നമുക്ക് ഭയങ്കര ടയേർഡായിട്ടുണ്ടായി. പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ടാ. പിന്നെ അതിൻ്റെ നേരെ അവിടെ തന്നെ ഒരു എന്താ പറയുക ജ്യൂസിൻ്റെ ഷോപ്പ് ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായി. അപ്പോൾ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടി. മൈഷാക്ക് ജ്യൂസും പിന്നെ നമുക്ക് എന്താ പറയുക അവൽ മിൽക്കുമാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് ഇത്. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് കുടിക്കാതെ വരത്തില്ല കേട്ടോ. അപ്പോൾ അവൽ മിൽക്ക് കിട്ടി. പിന്നെ മൻഹാൻ്റെ ആയിട്ടില്ല ഒരു സീക്രട്ട് ഉണ്ട്. മൻഹാൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടുന്ന സാധനം വാങ്ങിക്കുന്നത്. ഓൾ അത് നോക്കി വെച്ചുകൊണ്ട് ഓൾക്ക് ജ്യൂസൊന്നും വേണ്ട. ഓൾക്ക് ഇതാ ഇടുന്ന ഐസ്ക്രീം മതിട്ടാ. ഇത് ഫ്രഷ് ഫ്രൂട്ട്സ് പാലെല്ലാം കൊടുത്തിട്ട് അവർ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കി തരുന്ന ഐസ്ക്രീമാണ് കേട്ടോ. ഒന്നും എന്താ പറയുക ഒരു കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാണ്ട് ഫ്രഷ് ഫ്രൂട്ടാണ് ഇത്. ഹെൽത്തിയാണ്. നമ്മളെപ്പോലെ എന്താ പറയുക മറ്റേ പേക്കോ അങ്ങനത്തെ ഇതൊന്നുമല്ല. ഡയറക്റ്റ് ഒറിജിനൽ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാക്കിയിട്ട് തരുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് നോക്കി വെച്ചുകൊണ്ട് ഓൾക്ക് ജ്യൂസൊന്നും വേണ്ട. ഓൾക്ക് ഇത് വാങ്ങിച്ചു കൊടുത്ത് ഓൾ ഹാപ്പിയായി. താങ്ക് യു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡെല്ലാം കഴിക്കാൻ പോയിട്ടാ. ഫുഡ് കഴിച്ച് എന്താ പറയില്ലേ ഇതാ വരുമ്പോൾ പകുതിയിൽ നിന്ന് കാണുന്നതാണ്. ഫുള്ള് എന്താ പറയില്ലേ നല്ല തണുപ്പ് അങ്ങനത്തെ എല്ലാം ആയതുകൊണ്ട് കുറേ പക്ഷി വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു പച്ചപ്പിൽ വൈറ്റായിട്ടുള്ള കുറേ ബേർഡ്സ് വന്നിട്ട് ഇരിക്കുന്നതും അതൊന്നാകെ പാറിപ്പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഒരു വൈകുന്നേരം എല്ലാം ആകുമ്പോൾ അത് ഇഷ്ടം കണക്കെ ഉണ്ടാകുന്ന കേട്ടോ ആ ഒരു ഏരിയയിൽ. അപ്പം അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പെരക്കെത്തിയിട്ടാണ്. പെരയിലെത്തിയിട്ടാകുമ്പോൾ പിന്നെ ഫ്രൂട്ട്സ് അതെല്ലാം നീ മെല്ലെ എടുത്ത് വെച്ചാൽ മതി. ഇതെല്ലാം ഞാൻ പെട്ടെന്ന്
മോശമായി പോകണ്ട, ഫ്രഷ് തന്നെയല്ലേ. അപ്പം പെട്ടെന്ന് ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നെജോ ഒന്ന് ഹെൽപ്പാക്കാൻ ഇറങ്ങിയിട്ടാണ്. അപ്പം എന്താ പറയല്, മട്ടനും അങ്ങനത്തെ എല്ലാ കാര്യം സെപ്പറേറ്റ് ആക്കിയിട്ട് അതെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചരാന്ന്. ചിക്കനും പിന്നെ നമ്മൾ ബീഫിൻ്റെ ലിവർ വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ സെപ്പറേറ്റ് തന്നെ. അപ്പം അതെല്ലാം ഒന്ന് ആക്കിയിട്ട് വെച്ചെന്ന്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. ഓരോരോ ഈൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നറിലല്ല അത് കൊണ്ടുവന്ന് അതേപോലെ തന്നെ വെച്ചിട്ടാ. പിന്നെ ചിക്കന് അങ്ങനത്തെ എല്ലാം അന്ന് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടായത്. ചിക്കൻ മട്ടൻ്റെ തല അതെല്ലാം അതേപോലെ തന്നെ വെച്ച് പിന്നെ ഇതായിപ്പോണ്ടായി വിചാരിച്ചിട്ട് ആ ഒരു രീതിക്ക് തന്നെ വെച്ചിട്ടാ. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കണ്ടെയ്നറിലിട്ട് ഇതെല്ലാം കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ടാണ് കഴുകിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്. കാരണം ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ് അങ്ങനത്തെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ അതിനെ കൊണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ബ്ലാക്ക് ഗ്രേപ്പ് ജ്യൂസ് എടുക്കാം. സ്ക്വാഷ് ജ്യൂസ് മറ്റേ നോമ്പിന് ഉണ്ടാക്കണ ജ്യൂസ് അടിക്കുന്നില്ല, മറ്റേ ഇതാക്കിയിട്ട് അങ്ങനെ നമ്മള് മറ്റേ ഈ ജ്യൂസ് ഇപ്പൊ നിങ്ങൾ ഇത് കുടിക്കുന്നില്ലേ, എന്താ വിംറ്റോ, അതുപോലെ സ്ക്വാഷ് ആക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വെള്ളം ഇട്ടിട്ട് കുടിക്കുന്നത്. അപ്പോൾ അവളെ കുറച്ച് മലയാളമെല്ലാം പഠിപ്പിച്ചിട്ടാ. അവളെ മലയാളം പഠിപ്പിച്ച് ഞാനൊരു വിധമായിട്ടുണ്ടായി. പിന്നെ ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്തേക്കുന്നുണ്ടായി. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പൊത്തിട്ടില്ല. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ആ പൊട്ടിയിൽ തന്നെ വെച്ചിട്ടാ. ആവശ്യം വരുമ്പോൾ എടുത്താൽ മതിയല്ല. പിന്നെ ഇത് കസ്റ്റർഡ് ആപ്പിൾ നമ്മളെ ഫേവറേറ്റാണ്. ഇതും അങ്ങനെ ഇതായിട്ടില്ല, തിന്നാനുള്ള പാകത്തിലായിട്ടുണ്ടായിട്ടില്ല. അതിനെ കൊണ്ട് ഞാൻ അത് ആ ബോക്സിൽ തന്നെ വെച്ചിട്ടാ. ആ ഒരു ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇതായിട്ട് കിട്ടിയില്ല. അതിനെ കൊണ്ട് അത് ബോക്സിൽ തന്നെ എടുത്തു വെച്ച്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴയെന്ന്, ഇതും വാങ്ങിച്ചിട്ടുണ്ടായി. നോമ്പാന്ന് തിന്നാൻ പറ്റുമോന്നും അറിയില്ല, എന്നാലും കാണുമ്പോൾ അതില്ലാതില്ല വാങ്ങിച്ച്. അപ്പം ഏകദേശം സാധനമെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ടാ. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ബാക്കിയെല്ലാം എടുത്തു വെച്ച്. അപ്പം നോമ്പ് തുടങ്ങിയാണ്. എല്ലാവർക്കും റമദാൻ കരീം. എല്ലാവരും നല്ല എന്താ പറയല്, നോമ്പും നല്ല ഇതും എല്ലാം അടിപൊളിയായിട്ടെന്ന് വിചാരിക്കുന്നത്. അപ്പം എന്താ പറയില്ലേ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ. എൻ്റെ ഇപ്പം ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞുകൊണ്ട് ഭയങ്കര ടയേർഡാണ്, എല്ലാവരും ഭയങ്കര ടയേർഡാണ്. പിന്നെ ഒന്ന് എന്താ പറയുക, പെരയിലൊന്ന് റംദാനല്ലേ, ഒന്ന് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വെക്കണം. അപ്പം അതന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇൻഷാ അല്ലാ പുതിയ വീഡിയോസ് ആയിട്ടും വ്ലോഗ്സ് ആയിട്ട് പിന്നെന്ത് റെസിപ്പി ആയിട്ട് ഡെസേർട്ടായിട്ട് എല്ലാം ആയിട്ട് ഇൻഷാ അല്ലാ വീണ്ടും വരാം. അപ്പോൾ റംദാൻ വ്ലോഗെല്ലാം ചെയ്യാം. നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും റംദാൻ കരീം, എല്ലാവരും നല്ല നോമ്പായിട്ട്. അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവർക്കും ടാറ്റാ, ബൈ ബൈ, കാണാം.